മലയാളികൾ പ്രബുദ്ധരായ ജനതയാണെന്ന് പറയാറുണ്ട്. ഉയർന്ന സാക്ഷരതയും സാമൂഹിക ബോധവും മലയാളികൾക്കുണ്ടെന്ന് പരക്കെ അറിയപ്പെടുന്ന സത്യം തന്നെയാണ്. ഇത്രയൊക്കെ വീമ്പ് പറയാമെങ്കിലും നമ്മുടെ അധികാരത്തിന്റെ ഇടനാഴികളിൽ ഇപ്പോഴും ചില അന്ധവിശ്വാസങ്ങളും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതിൽ എടുത്തു പറയാവുന്ന രസകരമായ ഒരു കാര്യമാണ് മന്ത്രിമാരുടെ 13-ാം നമ്പർ കാറും തിരുവനന്തപുരത്തെ മൻമോഹൻ ബംഗ്ലാവ് എന്ന മന്ത്രി മന്ദിരവും. ഇത് പലപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാറുമുണ്ട്. സത്യത്തിൽ എന്താണ് ഇവയ്ക്കുള്ള പ്രശ്നം? മന്ത്രിമാർ പലരും ഇവ രണ്ടിനോടും വിമുഖത കാണിക്കുന്നത് എന്തിനാണ്? നമുക്ക് കാര്യങ്ങളൊന്ന് ചികഞ്ഞു നോക്കാം. 13-ാം നമ്പറിനോടുള്ള ഭയം എവിടെ നിന്ന് വന്നു എന്ന് ആദ്യം ഒന്ന് നോക്കി വരാം. ആദ്യം തന്നെ പറയട്ടെ, ഈ 13-നോടുള്ള ഭയം മലയാളികൾ ഉണ്ടാക്കിയതൊന്നുമല്ല. അതിന് മലയാളികളെ മാത്രം കുറ്റപ്പെടുത്താനും സാധിക്കുകയില്ല. സത്യത്തിൽ ഇതൊരു പാശ്ചാത്യ നിർമ്മിതിയാണ്. പക്ഷേ ഇത് നൂറ്റാണ്ടുകൾ കൊണ്ട് ലോകം മൊത്തം പടർന്നു പിടിച്ചു. മനഃശാസ്ത്രത്തിൽ ഇതിനെ ട്രിസ്കൈഡോക്കോഫോബിയ എന്നാണ് വിളിക്കുന്നത്. ശാസ്ത്രീയമായി പുരോഗമിച്ച ഇക്കാലത്തും പല വിദേശ രാജ്യങ്ങളിലെയും വൻകിട ഹോട്ടലുകളിൽ 13-ാം നിലയോ വിമാനങ്ങളിൽ 13-ാം നമ്പർ സീറ്റ് ഒഴിവാക്കുന്നത് കാണാം. ഈ ഭയത്തിന് പിന്നിൽ ചരിത്രപരവും മതപരവും മിത്തോളജിക്കലുമായ നിരവധി കാരണങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ക്രൈസ്തവ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തിൽ അദ്ദേഹത്തോടൊപ്പം ആകെ പങ്കെടുത്തത് 12 ശിഷ്യന്മാരായിരുന്നു. യേശുവിനെ ഉൾപ്പെടെ കൂട്ടി ആകെ മേശയ്ക്ക് ചുറ്റുമിരുന്നത് 13 പേർ. ഈ അത്താഴത്തിൽ 13-ാമനായി വന്നിരുന്ന യൂദാസ് ആണ് പിന്നീട് യേശുവിനെ ഒറ്റിക്കൊടുത്തതും ക്രൂശീകരണത്തിലേക്ക് നയിച്ചതും. അന്നു മുതലാണ് മേശയ്ക്ക് ചുറ്റും 13 പേർ ഇരിക്കുന്നത് വലിയ നിർഭാഗ്യമായി പാശ്ചാത്യർ കാണാൻ തുടങ്ങിയത്. ഇതിനൊപ്പം 13-ാം തീയതി വരുന്ന വെള്ളിയാഴ്ച എന്ന ഭയം കൂടിയായപ്പോൾ ഈ വിശ്വാസം കൂടുതൽ ശക്തമായി. യേശു ക്രൂശിക്കപ്പെട്ടത് ഒരു വെള്ളിയാഴ്ചയായിരുന്നു എന്നതും ആദമും ഹവ്വയും വിലക്കപ്പെട്ട ഫലം ഭക്ഷിച്ചതും നോഹയുടെ പെട്ടകം പ്രളയത്തിൽപ്പെട്ടതുമെല്ലാം വെള്ളിയാഴ്ചകളിലാണെന്ന വിശ്വാസവും ഇതിനാക്കം കൂട്ടി. മറ്റൊരു പ്രധാന കഥ വരുന്നത് നോർസ് പുരാണങ്ങളിൽ നിന്നാണ്. വടക്കൻ യൂറോപ്പിലെ ജനങ്ങളുടെ പുരാണ കഥകൾ പ്രകാരം ഒഡിൻ എന്ന ദൈവത്തിന്റെ കൊട്ടാരത്തിൽ 12 ദൈവങ്ങൾ പങ്കെടുത്ത ഒരു വലിയ വിരുന്ന് നടക്കുകയായിരുന്നു. ഈ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെടാതെ 13-ാമനായി ലോക്കി എന്ന കലഹങ്ങളുടെ ദൈവം കടന്നു വന്നു. ലോക്കി അവിടെ എത്തി മറ്റു ദൈവങ്ങളെ തമ്മിലടിപ്പിക്കുകയും എല്ലാവർക്കും പ്രിയങ്കരനായ ബാൽഡർ എന്ന നന്മയുടെ ദൈവത്തെ തന്ത്രപൂർവ്വം കൊലപ്പെടുത്തുകയും ചെയ്തു. ഈ സംഭവം ഭൂമിയെ മുഴുവൻ ഇരുട്ടിലാഴ്ത്തിയെന്നാണ് വിശ്വാസം. ഈ പുരാണ കഥയും 13 എന്ന നമ്പറിനെ മരണവുമായും ദുരന്തങ്ങളുമായും ബന്ധിപ്പിക്കാൻ കാരണമായി. ശാസ്ത്രീയമായും ഗണിതശാസ്ത്രപരമായും ഇതിനൊരു വിശദീകരണവുമുണ്ട്. പുരാതന കാലം മുതൽ 12 എന്ന സംഖ്യയെ വളരെ പൂർണ്ണമായ ഒന്നായാണ് മനുഷ്യൻ കണക്കാക്കിയിരുന്നത്. ഒരു വർഷത്തിൽ 12 മാസങ്ങൾ, രാശിചക്രത്തിൽ 12 അടയാളങ്ങൾ, പകലും രാത്രിയും 12 മണിക്കൂറുകൾ വീതം. ഒളിമ്പസിലെ ഗ്രീക്ക് ദൈവങ്ങൾ 12 പേർ എന്നിങ്ങനെ എല്ലാം 12ന്റെ കണക്കിലായിരുന്നു. ഈ പൂർണ്ണതയുള്ള സംഖ്യയ്ക്ക് തൊട്ടു പിന്നാലെ വരുന്ന 13 എന്ന സംഖ്യ ക്രമം തെറ്റിക്കുന്നതായും അപൂർണതയുടെയും അജ്ഞാതത്വത്തിന്റെയും പ്രതീകമായും ആളുകൾക്ക് തോന്നി തുടങ്ങി. 12ന്റെ പരിധികൾക്കപ്പുറമുള്ളതിനെ ഭയത്തോടെ നോക്കിക്കണ്ട മനുഷ്യ സഹജമായ ചിന്തയും ഇതിന് പിന്നിലുണ്ട്. ചരിത്രത്തിലെ ചില കറുത്ത അധ്യായങ്ങളും ഈ ഭയത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. 14-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഫ്രാൻസിലെ ഫിലിപ്പ് 4-ാമൻ രാജാവ് അവിടുത്തെ പ്രശസ്തരായ നൈറ്റ്സ് ടെംപ്ലർ എന്ന യോദ്ധാക്കളെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്യാനും ക്രൂരമായി കൊലപ്പെടുത്താനും ഉത്തരവിട്ടത് 1307 ഒക്ടോബർ 13 വെള്ളിയാഴ്ചയായിരുന്നു. ഈ കൂട്ടക്കൊലയും ജനങ്ങളിൽ വലിയ ഭീതി പടർത്തി. കാലക്രമേണ ഈ ഭയം പലരിലും ഒരു മാനസികാവസ്ഥയായി മാറുകയും കഥകളിലൂടെയും സിനിമകളിലൂടെയും തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്തു. ചുരുക്കത്തിൽ പഴയ കാലത്തെ മതവിശ്വാസങ്ങളും പുരാണ കഥകളും 12 എന്ന നമ്പറിന്റെ പൂർണ്ണതയും ചേർന്നാണ് ഇന്ന് കാണുന്ന രീതിയിൽ 13നോടുള്ള ആഗോള ഭയത്തെ രൂപപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായുള്ള ഈ പേടി നമ്മുടെ നാട്ടിലെ മന്ത്രിമാർക്കും പകർന്നു കിട്ടി. 13-ാം നമ്പർ വണ്ടിയിൽ കയറിയാൽ മന്ത്രിസ്ഥാനം തെറിക്കുമോ, അടുത്ത തെരഞ്ഞെടുപ്പിൽ തോറ്റു പോകുമോ എന്നൊക്കെയാണ് ഭയം. അതുകൊണ്ട് വണ്ടികളുടെ ലിസ്റ്റ് വരുമ്പോൾ ഭൂരിഭാഗം പേരും 13നോട് നോ പറയും. പണ്ടേ തുടങ്ങിയ 13-ാം പോരാട്ടം പലരും വിചാരിച്ചിരിക്കുന്നത് 2006-ൽ MA ബേബി ചോദിച്ചു വാങ്ങിയപ്പോഴാണ് കേരളത്തിൽ 13-ാം നമ്പറിന്റെ രാഷ്ട്രീയം തുടങ്ങിയത് എന്നാണ്. എന്നാൽ അതിനും എത്രയോ മുൻപ് തന്നെ ഈ അന്ധവിശ്വാസത്തിന്റെ നെഞ്ചത്ത് പലരും ചവിട്ടിയിട്ടുണ്ട് എന്നതാണ് ചരിത്രം. ആദ്യമായി 13-ാം നമ്പർ വണ്ടിയെ രാഷ്ട്രീയ ഗോതയിലേക്ക് ഇറക്കിയത് മറ്റാരുമല്ല, EK നായനാർ തന്നെയാണ്. 1980-ൽ അദ്ദേഹം ആദ്യമായി മുഖ്യമന്ത്രിയായപ്പോൾ മന്ത്രിമാരിൽ പലരും 13-ാം നമ്പർ എടുക്കാൻ മടിച്ചു. നായനാർക്ക് ഇത്തരം അന്ധവിശ്വാസങ്ങളോടുണ്ടായിരുന്ന പുച്ഛം പ്രശസ്തമായിരുന്നല്ലോ. അദ്ദേഹം ഉടൻ തന്നെ ആ വണ്ടി തന്റെ പൈലറ്റ് വാഹനമായി ഓടിക്കാൻ ഉത്തരവിട്ടു. അങ്ങനെ ആ വണ്ടിക്ക് മുന്നിൽ മുഖ്യമന്ത്രിയുടെ വാഹനം ഒഴുക്കോടെ നീങ്ങി. മുൻ മന്ത്രിയും RSP നേതാവുമായിരുന്ന ബേബി ജോണും
13-ാം നമ്പർ വണ്ടി ഉപയോഗിക്കാൻ യാതൊരു മടിയും കാണിച്ചിരുന്നില്ല. അന്ധവിശ്വാസങ്ങളെക്കാൾ പ്രായോഗിക രാഷ്ട്രീയത്തിനും യുക്തിക്ക് മുൻഗണന നൽകിയ നേതാവായിരുന്നു അദ്ദേഹം. 1987 നായനാർ മന്ത്രിസഭയിൽ സഹകരണ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്ന TK രാമകൃഷ്ണനും 13-ാം നമ്പർ കാർ തന്നെയാണ് ഉപയോഗിച്ചത്. യാതൊരുവിധ അന്ധവിശ്വാസങ്ങൾക്കും അടിമപ്പെടാത്ത അദ്ദേഹം തന്റെ ഔദ്യോഗിക കാലാവധി വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തു. പഴയ തലമുറ കാട്ടിയ വഴിയിലൂടെ പിന്നീട് വന്ന ചില നേതാക്കളും ധൈര്യപൂർവ്വം നടന്നു. അന്ധവിശ്വാസങ്ങളെ കാറ്റിൽ പറത്തി 13-ാം നമ്പർ വീണ്ടും മാധ്യമ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് MA ബേബിയായിരുന്നു. പക്ഷേ കൗതുകമെന്ന് പറയട്ടെ, പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെട്ടു. അത്രയേ വേണ്ടിയിരുന്നുള്ളൂ അന്ധവിശ്വാസികൾക്ക്. കണ്ടില്ലേ, 13-ന്റെ ദോഷം കൊണ്ടാണ് ബേബി തോറ്റത് എന്നവർ പാടി നടന്നു. അതിനുശേഷം വന്ന ഉമ്മൻചാണ്ടി സർക്കാരിലെ ആരും ആ നമ്പർ തൊടാൻ ധൈര്യപ്പെട്ടതുമില്ല. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഈ അന്ധവിശ്വാസത്തെ പൊളിക്കാൻ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് മുന്നോട്ട് വന്നു. അദ്ദേഹം 13-ാം നമ്പർ കാർ ഏറ്റെടുക്കുകയും 5 വർഷം യാതൊരു കുഴപ്പവുമില്ലാതെ മികച്ച രീതിയിൽ ഭരണം പൂർത്തിയാക്കുകയും ചെയ്തു. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ടൂറിസം വകുപ്പ് പേടി കാരണം 13-ാം നമ്പർ വണ്ടി ലിസ്റ്റിൽ നിന്നേ ഒഴിവാക്കിയിരുന്നു. ഇതറിഞ്ഞ കൃഷിമന്ത്രി P പ്രസാദ് തനിക്ക് കിട്ടിയ 14-ാം നമ്പർ മാറ്റി 13-ാം നമ്പർ വണ്ടി തന്നെ വേണമെന്ന് നിർബന്ധം പിടിച്ചു വാങ്ങി ഉപയോഗിച്ചു. ഇനി മന്ത്രിമാർക്കിടയിലെ രണ്ടാമത്തെ പേടിയെക്കുറിച്ച് പറയാം. കാർ നമ്പർ പോലെ തന്നെ മന്ത്രിമാരെ പേടിപ്പിക്കുന്ന മറ്റൊന്നാണ് തിരുവനന്തപുരം വെള്ളയമ്പലത്തുള്ള മൻമോഹൻ ബംഗ്ലാവ്. അവിടെ താമസിക്കുന്ന മന്ത്രിമാർക്ക് വലിയ കഷ്ടകാലമായിരിക്കും എന്നാണ് കഥ. ചില അനിഷ്ട സംഭവങ്ങൾ ഇതിന് ആക്കം കൂട്ടുകയും ചെയ്തു. അവിടെ താമസിച്ചിരുന്ന C ദിവാകരൻ റേഷൻ വിവാദത്തിലും K ബാബു ബാർക്കോഴ വിവാദത്തിലും പെട്ടു. കൂടാതെ R ബാലകൃഷ്ണപിള്ള, TM ജേക്കബ് തുടങ്ങിയ പ്രമുഖ നേതാക്കൾ മൻമോഹൻ ബംഗ്ലാവ് ഔദ്യോഗിക വസതിയായി ഉപയോഗിച്ച കാലയളവിലാണ് അവർക്ക് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നത്. കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് അവിടെ താമസിച്ച E ചന്ദ്രശേഖരൻ കാലാവധി പൂർത്തിയാക്കിയെങ്കിലും അദ്ദേഹത്തിന്റെ വകുപ്പ് മുട്ടിൽ മരമുറി വിവാദത്തിൽ നാണം കെട്ടു. എന്നിരുന്നാലും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് മന്ത്രി P പ്രസാദ് ധൈര്യപൂർവ്വം ഈ വസതി തന്നെ തെരഞ്ഞെടുത്തിരുന്നു. പക്ഷെ ഇത്തവണ UDF സർക്കാർ അധികാരത്തിൽ വന്നതോടെ പഴയ പല്ലവി തന്നെ വീണ്ടും ആവർത്തിച്ചു. ഇത്തവണ മൻമോഹൻ ബംഗ്ലാവ് ഒരു മന്ത്രിയും ഔദ്യോഗിക വസതിയായി തെരഞ്ഞെടുത്തിട്ടില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇത് VVIP അതിഥികൾക്കായുള്ള ഗസ്റ്റ് ഹൗസ് ആയി പൊതുഭരണ വകുപ്പ് നിലനിർത്തുകയാണ് ചെയ്യാറ്. 13-ാം നമ്പർ വാഹനം ഇപ്പോൾ മന്ത്രി KM ഷാജി തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിലും മൻമോഹൻ ബംഗ്ലാവിനോടുള്ള ഫോബിയ ഇത്തവണയും ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു. ഒരു ജനതയ്ക്ക് മാതൃകയാകേണ്ട ഭരണാധികാരികൾ തന്നെ പലപ്പോഴും ഇത്തരം അനാചാരങ്ങളുടെ പുറകെ പോകുന്നത് കഷ്ടമാണ്. എന്നിരുന്നാലും ധൈര്യപൂർവ്വം 13-ാം നമ്പറിനെയും മൻമോഹൻ ബംഗ്ലാവിനെയും സ്വീകരിച്ചവരെ മറക്കുന്നുമില്ല. ആ ഒരു യുക്തിബോധം എല്ലാവരും കാണിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പൂർണ്ണമായ അർത്ഥത്തിൽ പ്രബുദ്ധ മലയാളി എന്ന് അഭിമാനിക്കാൻ അതും കൂടി ചേർന്നേ മതിയാകൂ എന്നാണ് എൻ്റെ അഭിപ്രായം. എന്താണ് കേരളത്തിലെ ഇത്തരം അനാചാരങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? എന്ത് തന്നെയായിരുന്നാലും കമന്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.